മോനെ, ഇപ്പൊക്കെ ഒരു കാര്യം പറയാണ്ട്. എന്താണിപ്പാ? വാ, വന്നിരിക്കേ. എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയല്ലേ ഈ കല്യാണം നടത്തുന്നത്? വേറെ ആരെ വാക്ക് കേട്ടിട്ടൊന്നല്ലല്ലോ? ഏയ് അല്ലപ്പാ, എനിക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാം, അതുകൊണ്ടാ. മാത്രല്ല ആ കുട്ടീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവിതമാണ്, പിന്നീട് കല്യാണം വേണ്ടാന്ന് പറയരുത്. ആ കുട്ടീനെ ഇവിടെ കൊടുന്ന് കഷ്ടപ്പെടുത്തരുത്. ഇല്ലപ്പാ, പിന്നെ നമ്മളെ കുഞ്ഞുക്ക് സമ്മതമല്ല ഞാൻ അതിനെ കെട്ടുന്നില്ല. ഓള് കുട്ടിയല്ലേ, കുഞ്ഞോക്കത് തിരിച്ചറിയാതെ പ്രായമൊന്നും ആയിട്ടില്ല. അതൊക്കെ ഒരു കുട്ടികളെ കണ്ടാൽ മതി. എന്നോടൊരു കാര്യം പറയാണ്ട്, ഇതുവരെ കുട്ടികളെ അണിച്ച് നടന്ന പോലല്ല. ഒരു പെണ്ണ് ഇവിടെ കയറി വരികയാണ്, കാര്യഗൗരവത്തോടായിരിക്കണം എൻ്റെ ഓരോ പെരുമാറ്റവും പ്രവൃത്തി. എനിക്കറിയാം ഇപ്പം എല്ലാ കാര്യങ്ങളും. ഇപ്പം എല്ലാ കാര്യങ്ങളും എന്നെ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. മോളെ ആദി, അവ ചായ കുടിക്കാനൊന്നും വന്നില്ലല്ലോ. ഈ കുട്ടിയെ ഇങ്ങനെ ഒരേ കെടുപ്പ് കിടന്നിട്ടുണ്ടെങ്കിലേ വല്ല അസുഖം വരൂലേ? ഞാൻ കൊറേ വിളിച്ചുമ്മ, പക്ഷെ വേണ്ടാന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിലേ അവള് തീരെ ഉറങ്ങിയിട്ടില്ല, ഒരേ കരച്ചിൽ തന്നെ ആയിരുന്നു. മിച്ചുവിന്റെ ഫോട്ടോ നോക്കിങ്ങാണ്ട് തേങ്ങി തേങ്ങി കരയാണ്. അവളെ കരച്ചിൽ കാണാനാണ് വയ്യാത്തുമ്മ. എങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന കുട്ടിയാണ്. ഈ പെരൻ്റെ ഉള്ളിലെ ഒരാളനക്കം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ കളിയും ചിരിയും ഒക്കെ വേണം. ഇതിപ്പോൾ എന്തത്താപ്പം ഈ പെരൻ്റെ ഉള്ളിൽ ആകെ ഉണങ്ങി കടിച്ച മാരിക്കുണ്ട്. ഒച്ചയില്ല, വീളിയില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ 4 മണിക്കൂർ ഇമ്മ ആദ്യം അങ്ങോട്ട് പിന്നാലെ നടക്കണാണ്. എന്താപ്പം ആ കണ്ണുമോറും കാണാൻ വയ്യ എൻ്റെ കുട്ടീൻ്റെത്. എന്താപ്പാ കെടുത്തോ? എല്ലാ സന്തോഷം കൂടി പടച്ചോൻ ഒരാൾക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞതേ വെറുതെ അല്ല. ഇതിപ്പോ എൻ്റെ കല്യാണ തിരക്കും ഓളെ ഈ കെടുത്തും ഒക്കെ പാടെ ഞാൻ എന്താ ചെയ്യല്? കുട്ടിയാണെങ്കിൽ ഒരു അന്നത്തിന്റെ വള്ളം ഇറക്കണമില്ല. ആ ഇമ്മ, മൂത്തമ്മല്ലേ പറഞ്ഞിരുന്നത് അക്ക് വരണുണ്ട് എന്നുള്ളത്? അവൻ വന്നോ? അവൻ്റെ ഈ ടെൻഷനിൽ നിന്ന് അക്കുവിന് മാത്രമാണ് ഇപ്പോൾ അവനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളാരും പറഞ്ഞാപ്പേ അവള് കേൾക്കൂല. അവൻ പറഞ്ഞാൽ കേൾക്കും. അക്കു ഇന്നലെ വന്നിക്കണ്. ഞാൻ രാവിലെ മൂത്തമ്മക്ക് വിളിച്ചപ്പോഴേ മൂത്തമ്മ പറഞ്ഞു അക്കു ഇന്നലെ വന്നു എന്നുള്ളത്. പിന്നെ ഓര് പറയാഞ്ഞത് എന്തേന്ന് നമ്മളോട് ഇന്നലത്തെ അവസ്ഥ. ഈ അവസ്ഥന്റെ ഇടയ്ക്ക് ഓൻ വന്ന കൂട്ടെ എങ്ങനെ പറയാൻ നേരം ഉണ്ടായിക്കണത്? എന്നാലും വീളിയും ഒക്കെ പാടായിട്ട് അവരും പിടിച്ചുങ്ങാണ്ട് ഒതുക്കാൻ തന്നെ നമുക്ക് നേരം ഉണ്ടായിന്ന. മൂത്തമ്മ നില ഇങ്ങോട്ട് വരാൻ നിൽക്കേന്ന്. പിന്നെ ഞാനൊരു വിധത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ ഇനിയിപ്പോ ഓടി പഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്നുള്ളത്. വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒന്നുമില്ല. ഓളെ കരച്ചിലിന് ഒരു കുറവുണ്ടായിട്ടുണ്ടാ? മൂത്താപ്പ വിളിച്ചിട്ട് പോലും ഓളൊന്നും ഒതുങ്ങിയിട്ടില്ല. അപ്പമ്മ ഇത് അറിഞ്ഞു കാണൂലോനി, എന്നിട്ട് അവനൊരു വിളി പോലും വിളിച്ചില്ലല്ലോ ഇങ്ങണ്ട്. എന്താ പറ്റിയോ എനിക്ക്? എടി ഒന്നോണ്ടാവൂല ഓൻ വിളിക്കാഞ്ഞത്. ചിലപ്പോ മൂത്താപ്പിയും പറഞ്ഞു കാണും ഈ അവസ്ഥയിൽ ഇനിയിപ്പോ ഓൾക്ക് വിളിക്കണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വരാനായിട്ട് പറഞ്ഞു കാണും. അക്ക് വരികയെന്നുണ്ടെങ്കിൽ നല്ലതേന്ന്. അവനെ ഈ ടെൻഷനിൽ നിന്നൊക്കെ മാറ്റാനേ അവനെ കൊണ്ടേ കഴിയുള്ളൂ. അവൻ്റെ ഈ തൊള്ളപടായും ചടപടാന്നുള്ള വർത്താനൊക്കെ കേൾക്കുമ്പോഴേ കുറേ കോള് ഉഷാറാവും. വന്നാൽ മതിയെന്ന് അവനൊന്ന്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പോയിട്ട് വിളിച്ചു നോക്കട്ടെ അവനെ ചായ കുടിക്കാൻ. എണീക്കൊന്നു എന്നാലൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പൊ ഒന്നും തിന്നാതെ അവളീ കെടുത്തം കിടന്നാലും ശരിയാവൂലല്ല. എന്തു സഹിക്കമ്മ, അവളെ കരച്ചിൽ കാണാനാണ് വയ്യാത്തത്. എങ്ങനെയെങ്കിലും നിർബന്ധിച്ചുകൊണ്ടൊന്ന് കൊടുക്കുക. ഇന്നലെ മുതൽക്ക് ഒരു അന്നത്തിന്റെ വള്ള കുട്ടി ഇറക്കിയിട്ടില്ലല്ലോ. ഇനി ഗ്യാസ് നിറഞ്ഞിട്ടും അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞിട്ടും ഒക്കെ പാടെ ഞോളിട്ട് നടക്കേണ്ടി വരും. ഉമ്മാന്റെ കുട്ടി ചെന്നുകാണ്ടേ ഒന്ന് വിളിക്കാൻ നോക്ക്. ഇമ്മേ മിറ്റത്തിന്റെ 4 പുറക്കൊന്ന് അടിച്ചു വരട്ടെ. ഇപ്പൊ നാളെ മുതൽക്ക് കല്യാണ തിരക്കും ഒക്കെ പാടായിട്ടുണ്ടെങ്കിൽ അത് മിറ്റത്തിന്റെ 4 പുറം നോക്കാനുള്ള നേരം കിട്ടൂല ഉമ്മാക്ക്. ഉമ്മാന്റെ കുട്ടി ഒന്ന് ചെന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചോട്ടെ പോയിട്ട്. ബദ്രിങ്ങളെ, ഇതിന്റെ മനസ്സിങ്ങി മാറാൻ ഞാൻ മതിയായിന്ന്. അവക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചിക്കണേ തന്നെ. ഇനിയിപ്പൊ അവ ഈ കെടുത്തും കാട്ടിലും കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് പറയാണ് അവക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ടാന്ന്. ഒരു തലക്ക് ഓരോന്ന് നേരാകുമ്പോ ഒരു തലക്ക് ഒക്കെ കണക്കാ. ആലോചിക്കാൻ വെച്ച
നല്ല കെടുത്താണ് കേട്ടോ അവത്. ഈ ഒന്ന് അവിടുന്ന് എണീക്ക്. ഈ ഇങ്ങനെ കിടന്നാലേ ശരിയാവില്ല. ഒന്ന് എണീക്ക് അവിടുന്ന്. ഡി അക്ക വന്നിക്കണാല നാട്ടില്. ഈ ഇങ്ങനെ കെടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ മോളെ അവൻ എന്നെ എന്തായാലും കളിയാക്കും. നമ്മളെ അക്കുവിന്റെ സ്വഭാവം അറിയാലോ എനിക്ക്. എന്ത് പറഞ്ഞിട്ട് ഇവൾക്ക് കാര്യമല്ല. മോളെ മോളൊന്ന് ഉഷാറാവ്. എന്താ മോളെ എൻ്റെ കോലം? ഈ ഒന്ന് എണീറ്റ് കണ്ണാടിയിലൊന്ന് നോക്കി നോക്ക്. ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കണ്ണാടി നോക്കി ഒരുങ്ങി നിൽക്കേണ്ടത്? എന്നെ കാണേണ്ട ആള് പോയില്ലേ? എങ്ങനെ ആദ്യം ഞാൻ ഉഷാറായിട്ട് നടക്കല് എന്ന് പറയും. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, ഒക്കെ മറക്കണം, ഈ ഉഷാറായി നടക്കുന്നു. പക്ഷെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ആദ്യം പറ്റൂലടി. അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റണില്ലടി. ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടതാണെന്ന് അറിയാതെ ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം. ഇവിടെ ഇമ്മാക്കും മൂത്താപ്പാക്കും ഒക്കെ നിച്ചുവിന്റെ കാര്യത്തിൽ സമ്മതാണെന്ന് അറിഞ്ഞപ്പോളെ ഒരുപാട് കണ്ട് ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് കണ്ട് അതിര് കടന്ന് സ്വപ്നം കണ്ട്. അതായിരിക്കും പഠിച്ചും പെട്ടെന്ന് നിച്ചുവിനെ കൊണ്ടായത്. ആ പാവത്തിന് എന്തോ ഒരു സ്വപ്നമായിരുന്നറിയും, എന്തെല്ലാം ആഗ്രഹമായിരുന്നറിയും. അവന്റെ മനിപ്പാനി പൊന്നു പോലെ നോക്കണം, അവന്റെ വീട് പൊളിച്ച് പണിഞ്ഞ് വലിയൊരു വീട് ഉണ്ടാക്കണം. അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ആദ്യം ആ പാവത്തിന്. ഒക്കെ വെറുതായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ആദ്യം ഇതുപോലത്തെ ഒരു നിഷ്കളങ്കതുള്ള ഒരു ചെക്കന്. അത്രക്ക് പാവാടി. ഞമ്മളമ്മാനുണ്ടല്ലോ ആദ്യം, ഞമ്മളമ്മാനെ പൊന്നു പോലെ നോക്കണം. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മക്ക് കൂട്ടായിട്ട് ഇവിടെ വന്ന് നിൽക്കണം. അതൊക്കെ അവൻ പറഞ്ഞിരുന്നത്. എല്ലാം പറഞ്ഞിട്ട് അവൻ്റെ ഒറ്റക്ക് പോയി. ഞാൻ എന്താ മോളെ എന്നോട് പറയാ? ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടില്ലാതെ അവനില്ലാതെ ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കാൻ? ഈ കണ്ടില്ല, അതൊക്കെ ഇവിടെ ആലക്കും ഭ്രാന്ത് പിടിക്കാടി. പറ്റൂലാടി, ഇവിടെ അവനില്ലാതെ ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂലടി. ദിവസം എന്താ പറയല്, അവൻ ഫോൺ വിളിക്കണതും അവന്റെ പാത്തൊന്ന് വിളിക്കണതും അതൊക്കെ പടങ്ങണ്ട്. എന്താ പറയല് അറിയൂല. അത് പറ്റൂല. അവനില്ലാതെ എന്റെ ജീവനായിരുന്നടി ആദ്യം അവന്. എങ്ങനെ ഞാൻ വല്ലാതെ അവിടെ ജീവിക്കും? അവ എന്തൊക്കെ പറയണെന്ന് വല്ലേ ബോധമുണ്ട് എനിക്ക്? ജീവിക്കാൻ വയ്യാ പോലും. ഞമ്മളിപ്പോ പോയപ്പോഴേ ഞമ്മളമ്മ ജീവിച്ചില്ലേ? എന്നെ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ടേ കൊല്ലാകൊല ചെയ്തില്ലേ? എന്നിട്ട് പട്ടിനെ വലിച്ചെറിയണ ഭാര്യയെ വലിച്ചെറിഞ്ഞില്ലെന്നെ. എന്നിട്ട് ഞാൻ ജീവിച്ചില്ലേ? ശരിയാണ് അവ ഈ പറയണത്. എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റൂല, അത് ഞങ്ങൾക്ക് അറിയാം. അത് കരുത്തിയിട്ടേ ഈ ഇങ്ങനെയൊക്കെയാണ് പറയല്. നോക്കാവുക, പതുക്കെ എല്ലാം മറന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇഞ്ഞു ഇങ്ങനെ കരഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം അങ്ങോട്ട് വേണ്ടാന്ന് കൊണ്ട് വെക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. എടി അനക്കെന്താ ഭ്രാന്താണ്? കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരുന്നേ. ഇന്നെ കൊണ്ട് എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാണ് കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് ഒരേ ഒരു കാരണക്കാരത്തിയെ ഈയും കൂടിയാണ്. അനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഒന്നും മറന്നിട്ട് ഇയ്യല ഈ നോക്ക് മോളെ, അന്നെ പോലെ തന്നെ ഒരുപാട് സങ്കടം
കഴിഞ്ഞു വന്നതാണ് ഞാൻ. എനിക്കറിയണ തന്നെയല്ലേ ഇതിനെക്കാട്ടി അപ്പുറമായിട്ട്. ഇത്താക്കറിയാ എനിക്കൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റൂല എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് മറക്കണമെന്ന് പറയണില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ചുരുണ്ടു കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളമ്മാന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടി ഇവിടെ അന്നും വെള്ളം കുടിക്കാതെ കിടക്കുമ്പോളെ അതും അതേപോലെ ഒന്നും തിന്നണില്ല. നമ്മളമ്മക്ക് പ്രായം ചെറുതല്ല, അത് ഈ മനസ്സിലാക്കണം. നമ്മളമ്മ ആയ കാലം മുതൽ തന്നെ ഒരു സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടില്ല. ഇനി നമ്മളായിട്ട് അതിന് കണ്ണീര് വരുത്തിയേക്കണാവുക. നിച്ചുവിന്റെ വിധി ഇങ്ങനെയാണ്. അതിന് ചെല്ലിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിച്ചു വരുമോ? ഒരിക്കലും വരൂലടി. വരാൻ പറ്റാത്ത ദൂരത്തേക്കല്ലാവുക നിച്ചു പോയത്. ഇങ്ങനെ കരയാതെ എന്ന് ഒക്കെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്ത കാര്യമാണ് പറഞ്ഞത്. എനിക്കെന്റെ വാശിനെ പറ്റി അറിയാല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിമൊന്നും ഞാൻ പിന്മാറൂല. കല്യാണം വേണ്ടാന്ന് അങ്ങോട്ട് വെക്കും ഞാൻ. അതെ, പ്രാന്ത് തന്നെയാണ് താക്ക്. ഇങ്ങനെ കരഞ്ഞിരിക്കണേ കാണുമ്പോളെ എനിക്ക് പ്രാന്ത് പിടിക്കാണ്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇങ്ങനെ കരഞ്ഞിരിക്കണേ അവനല്ല താക്ക് കാണേണ്ടത്. ആ പൊട്ടിത്തെറിച്ച് എല്ലാരോടും ചലപലാച്ചിട്ട് വർത്താനം പറഞ്ഞ് ഈ പെരയില് ഒന്ന് വന്ന രണ്ടാമത്തേന് തല്ലുണ്ടാക്കി കുറുമ്പ് കാട്ടണ ആ അവനെയാണ് താക്ക് കാണേണ്ടത്. ഇങ്ങനെ കരഞ്ഞിരിക്കണ കാണാൻ വയ്യ എനിക്ക്. പെട്ടെന്നൊന്നേ എനിക്ക് ആ പഴയ പോലെ ആവാൻ പറ്റൂല എന്നുള്ളത് ഇത്താക്ക് നല്ല അറിയാം. പക്ഷെ പതിയാണെങ്കിലും ആ പഴയ അവ ആയേ പറ്റൂ. ഇതിലും കൂടുതലൊന്നേ ഇത്താക്ക് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല. മോളെ എണീറ്റ് വായോ, ആ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വല്ലതും കഴിക്കാൻ വായോ. ഇങ്ങനെ കെടുക്കല്ലേ. അവസാനം നമ്മൾ ഉമ്മാനും കൊണ്ട് നടക്കേണ്ടി വരും ട്ടാ. എല്ലാ ടെൻഷനും കൂടി അതിന് താങ്ങാൻ കഴിയൂല. വായോ. എടാ, ഇവരെല്ലാരും പറയണം ഞാൻ എന്നെ മറക്കണം, എല്ലാം ഒരു സ്വപ്നാണെന്ന് കരുതണം. ഞാൻ എങ്ങനെയാണ് എന്നെ മറക്കല്? ഞാൻ എങ്ങനെ പെട്ടെന്ന് എന്നെ മറക്കല്? എന്റെ ലോകമായിരുന്നില്ലട. എന്തിനാണ് എന്നെ വിട്ടു പോയത്? ഞാൻ എന്നോട് പറഞ്ഞതല്ലട ആദ്യന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മാത്രം പെണ്ണ് കാണാൻ വന്ന മതി. എന്തിനാണ് അതിന്റെ ഇടയ്ക്ക് ചുമ്മാനും പനി കൂട്ടിക്കൊണ്ട് വരാൻ നിന്നത്? അതുകൊണ്ടല്ല ആക്സിഡന്റ് ആയത്. ആരൊക്കെ അല്ലെങ്കിലും പണ്ട് എടുത്ത് ചാട്ടം കൂടുതലാണ്. എടുത്ത് ചാടിയിട്ടപ്പോ എന്താണ് ഉണ്ടായത്? നെഞ്ചക്ക് പറ്റണില്ലട ഇല്ലാതവിടെ. ഇവരെല്ലാരും എന്തൊക്കെയാ പറയുന്നത്? ആദ്യം പറയണ കല്യാണം നിർത്തുന്നത് ഞങ്ങളൊക്കെയാണ്. ഇവര് പറയണ പോലെ പെട്ടെന്ന് തന്നെ മറക്കാൻ പറ്റണ്ടടാ. എനിക്ക് പറ്റൂലടാ, ഇല്ലാതെ പറ്റൂല. എന്തിനാണ് എന്നെ ഒറ്റക്കാക്കി പോയത്? എതിരായിരുന്നു എങ്ങനെ സ്നേഹിച്ചത്?